മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പോയിട്ടുള്ളവരാകാം, ലഹരിക്കടിമപ്പെട്ടതായ മക്കളാകാം, തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതായ മക്കളാകാം, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്ന മക്കളാകാം. പക്ഷെ അവരെ മാറ്റി നിർത്തരുതേ, അകറ്റരുതേ, അവരെ വീട്ടിൽ നാട്ടി പുറത്താക്കരുതേ, അവരെ അരികുവൽക്കരിക്കരുതേ, അവരെ ചേർത്ത് നിർത്താൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, فإن الله غفور رحيم. മക്കള് ചെയ്തതാകുന്ന നീചവൃത്യങ്ങളുടെ മേൽ അവരോട് കുതിര കയറി അവരെ വലിയതാകുന്ന നിലക്ക് മുറിവേൽപ്പിക്കുന്ന നിലക്കുള്ളതാകുന്ന ശകാരങ്ങൾ നടത്തുന്നവരെ, കയ്യിൽ കിട്ടുന്നതാകുന്ന വസ്തുക്കൾ കൊണ്ട് അടിച്ചു കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുന്ന രക്ഷിതാക്കളെ, പാടില്ല, പാടില്ല. പരിശുദ്ധ പ്രവാചകൻ ഖുർആൻ കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്, മക്കളെ മാനസികമായി മുറിവേൽപ്പിക്കരുതേ, അവരെ പീഡിപ്പിക്കരുതേ, അവരെ പ്രയാസപ്പെടുത്തരുതേ, മറിച്ച് അവർ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ കുറിച്ച് കൃത്യമായി അവർക്ക് അവബോധം നൽകിക്കൊണ്ട് അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്ത് അവർക്ക് കൃത്യമായ ഒരു ക്ലാസ് എടുത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പൊറുക്കുവാൻ ഹേതുവാ.